ആ എന്താ അല്ല അമ്മ പോലെ ഇവനെന്തോ പറയണോ കേട്ടിട്ട് പോവാം. എനിക്കൊന്നും കേൾക്കണ്ട. അവൻ തന്നെ പറഞ്ഞല്ലേ എന്നും പറയാനുള്ളൂ. അങ്ങനെ അല്ലല്ലോ അവന് പറയാനുള്ള കേട്ടിട്ട് പോവാം. എനിക്ക് അമ്മ അവനോട് ഒന്നും പറയാല്ല. അമ്മ കയറി പോമാവ. ആ ശരി. ഇവന് MLA സീറ്റ് കിട്ടുമില്ലേ? MLA സീറ്റാ? അവൻ അളിയ പാർട്ടിയിലേ ഇല്ലല്ലോ. ആ പാർട്ടിയിലേ ഇല്ലേ? ആ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. അളിയ ഒന്നും പറഞ്ഞില്ലേ ഇവരോട്? ചെറുതായിട്ട് സൂചിപ്പിച്ചു. എന്താ എന്താ സംഭവിച്ച? എന്താ സംഭവം? എന്താ അത് അളിയനെ പാർട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തിയിരിക്കുക. അവനെ എന്തിനു മക്കളെ പാർട്ടിയിൽ നിന്ന് മാറ്റിയത്? അതെ, ഇത്രയും കാലം അളിയന്റെ പ്രവർത്തനം വളരെ പരാജയമാണെന്നാണ് DDT പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അയ്യോ, അതായത് ഇത്രയും കാലം വർക്ക് ചെയ്തിട്ട് പോലും നമുക്ക് ഈ കേരളത്തിൽ ഒരു സീറ്റ് പോലും DDT പാർട്ടിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് സ്വന്തം ഭാര്യ കാരണം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം വകയിരുത്തിയിട്ട് പാർട്ടി തീരുമാനിച്ചിരിക്കുന്ന ആ ക്ലീറ്റസ് മത്തായി കുറച്ച് ദിവസം മാറി നിൽക്കാനാണ്. പാർട്ടി ഇത് അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടില്ല, താൽക്കാലികമായിട്ടൊന്ന് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. എന്താന്നേ? നീ വന്നാ ഇന്നലെ അവൻ ചാടിത്തുള്ളിന്റെ കാര്യം തന്നെ മനസ്സിലായി എനിക്ക്. ഞാനിപ്പോ കേട്ടു. ഇതെന്താ പറ്റിയോ? താൽക്കാലികമായിട്ട് ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു. താൽക്കാലികമായിട്ട് അത്രേ ഉള്ളൂ. അല്ലടാ, അങ്ങനെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ ഇനിയിപ്പോ എന്റെ പുതിയ പരിപാടി എന്താ? അതെ, എന്നെ അങ്ങനെ മൂലക്കാക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ തകർന്ന തരിപ്പണായി എന്നും വിചാരിക്കണ്ട. പിന്നെ ജനങ്ങളെ സേവിക്കാൻ അതിന് എനിക്ക് ഒരു പാർട്ടിയുടെ പിന്തുണയും വേണ്ട. ഞാൻ മാത്രം മതി. ഞാൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ്. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? ഇന്നലെ അപ്പക്കുട്ടു സാറുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അതിൻ്റെ പിന്നാലെ ആയിരുന്നു. അതിനെനിക്ക് തുടങ്ങാനുള്ള ഓഫീസൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. എൻ്റെ വി ഹെൽപ്പ്. ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട, വെറുതെ ആൾക്കാരുടെ കയ്യിൽ തൊളി വെക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. വി ഹെൽപ്പ് എന്താണെന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. അതിൻ്റെ പ്രൊപ്പറേറ്റർ ആരാണെന്നും എന്താണെന്നും ജനങ്ങൾക്കറിയാം കേട്ടാ. പിന്നെ അത് നടത്തുന്ന ക്ലീറ്റസ് മത്തായും അവർക്ക് അതിനേക്കാളും നന്നായിട്ടറിയാം. കണ്ടടാ, അവനെ കണ്ടുപിടിക്ക്. എങ്ങനെ വീണാലും അവൻ 4 കാലിലെ വീഴും. മിടുക്കനവൻ. എന്താണ് ഞാൻ ഉദ്ദേശം?